എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്ന് പുതിയതായി തയ്യാറാക്കാൻ പോകുന്നത് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള തേങ്ങാ അച്ചാറാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള ഏത് അച്ചാറിനെയും വെല്ലുന്ന രീതിയിലുള്ള ഒരു അച്ചാറാണ് നമ്മുടെ തേങ്ങാ അച്ചാർ. അത് പലർക്കും അറിയില്ല. അതെങ്ങനെയാണ് ഇടേണ്ടതും എന്നും പലർക്കും അറിയില്ലായിരിക്കും. അറിയുന്നവരും കാണും. അപ്പോൾ അറിയാത്തവർക്കായി ഞങ്ങളുടെ ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. എടുക്കുക. എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ നുറുക്കിയെടുക്കുക. അതിനിടയ്ക്ക് പുള്ളിക്കാരി ചായയും കൂടെ കുടിക്കുന്നുണ്ട്. ഇനി അത് കമൻറ്റിൽ വന്ന് പറയരുത്. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി വളരെ പെട്ടെന്ന് തന്നെ അത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ചെറിയ കഷ്ണം തേങ്ങ ഇങ്ങനെ നുറുക്കിയെടുത്തിട്ട് കുറച്ച് വെളുത്തുള്ളി, നല്ല വെളുത്തുള്ളി തൊലി കളഞ്ഞ് നല്ല രീതിയിൽ എടുക്കുക. അതിനുശേഷം കുറച്ച് ഇഞ്ചിയും കൂടി ഇതുപോലെ ചെറുതായി അരിഞ്ഞ് ചേർക്കുക. അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കൂടി വേണം. ഇത് പച്ചയാണെങ്കിലും പഴുത്തതാണെങ്കിലും ഒരു മുളകും കൂടി ഇടുന്നത്. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചട്ടി അടുപ്പിൽ വയ്ക്കുക. നല്ല ശുദ്ധമായ നല്ലെണ്ണ വേണം അച്ചാറിന്. ഈ അച്ചാർ കേടുകൂടാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ നല്ലെണ്ണയിൽ ചെയ്താലേ അത് കേടുകൂടാതിരിക്കുകയുള്ളൂ. എന്നിട്ട് ആ നല്ലെണ്ണ കുറച്ച് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തുകൾ ആ എണ്ണയിലേക്ക് ഇടുക. ആ എണ്ണയിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുക. ആ എണ്ണയിൽ കിടന്ന് ആ തേങ്ങാക്കൊത്ത് ഒരു ബ്രൗൺ കളറാകണം. നല്ലതുപോലെ നമ്മൾ കടിച്ചാൽ ഒരു ക്രിസ്പി ആയിട്ട് കിട്ടുന്ന രീതിയിൽ ബ്രൗൺ കളർ. ഇപ്പോൾ അത് ഏകദേശം ബ്രൗൺ കളറായി തുടങ്ങി. അപ്പോൾ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അതിൻ്റെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഈ വീഡിയോയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ആ തേങ്ങാക്കൊത്ത് നല്ല ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ഇടിച്ചു വച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത മിശ്രിതം അതിനെ ഉള്ളിലേക്ക് ഇടുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കുക. അതിങ്ങനെ നല്ലതുപോലെ മിക്സാക്കി ആ എണ്ണയിൽ കിടന്ന് ഇങ്ങനെ വരുമ്പോൾ അതെന്ത് വരുമ്പോൾ അതിൽ നിന്നൊരു പ്രത്യേകതരം ഒരു സ്മെല്ല് വരും. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ അച്ചാർ സക്സസ്ഫുള്ളായിക്കൊണ്ടിരിക്കുന്നു എന്ന്. അതിങ്ങനെ ആ തേങ്ങാക്കൊത്തിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ മുളകിൻ്റെ എല്ലാം കൂടി ഒരു സ്മെല്ല് ഇനി കയറി വരുമ്പോൾ കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇടുക. കറിവേപ്പിലയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സാകട്ടെ. കറിവേപ്പിലയും കൂടി കിടന്ന് നല്ലതുപോലെ ഒന്ന് മിക്സായി അത് വെന്തിങ്ങനെ വരണം. ഏകദേശം നമുക്ക് അത് റെഡിയായി എന്ന് തോന്നുമ്പോൾ കുറച്ച് ഉലുവാപ്പൊടി, എല്ലാവരുടെയും വീട്ടിൽ ഉലുവാപ്പൊടി കാണുമല്ലോ. ഇവിടെ എറണാകുളത്തൊക്കെ അതിന് ഉലുവ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് എന്നറിയില്ല. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സാക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. അത് കാശ്മീരി മുളക് പൊടിയുള്ളവർ അത് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇവിടെ കാശ്മീരി അല്ല, ഞങ്ങൾ കുറച്ച് എരിവൊക്കെ വേണ്ടതുകൊണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കാശ്മീരിയും സാധാ മുളകും കൂടി മിക്സ് ചെയ്ത് പൊടിപ്പിച്ച് കൊണ്ടുവന്ന മുളക് പൊടിയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഇടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അത് അങ്ങനെ ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സാക്കുക. അതിനുശേഷം നമ്മുടെ കായം
ഞങ്ങളിവിടെ ഉപയോഗിക്കുന്ന കായത്തിൻ്റെ പൊടിയാണ്, അല്ലാതെ കട്ടക്കായവും കിട്ടും. കട്ടക്കായം അത് ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ഈ പൊടിയാണ്. ആ പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കുക. നല്ലതുപോലെ ഇളക്കി വന്ന് കുറച്ച് ഒരു ഇതായി കഴിയുമ്പോൾ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഏറ്റവും അവസാനം നമ്മൾ വിനാഗിരി ഒഴിക്കുക. വിനാഗിരി ഒഴിച്ചൊന്ന് ചെറുതായിട്ട് തിള വരുമ്പോൾ തന്നെ ആ സ്റ്റൗവ് അങ്ങ് ഓഫ് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ തേങ്ങ അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അതിൻ്റെ സ്മെല്ല് തന്നെ നമ്മളെ അത് കഴിക്കാൻ പ്രേരിപ്പിക്കും. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള തേങ്ങ അച്ചാർ ഇതാ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.